الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അല്ലാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടിപ്പിലെ ഭൗതിക ലോകമാവട്ടെ അഭൗതിക ലോകമാവട്ടെ വളരെ കൃത്യമായ കണക്കനുസരിച്ച് മുൻ പ്ലാൻ അനുസരിച്ച് കൃത്യസമയത്ത് അല്ലാഹു തആല അതിനെ സൃഷ്ടിക്കുകയും നിയന്ത്രിക്കുകയുമാണ് ചെയ്യുന്നത്. ഒന്നും സുമാറല്ല, അതും യാദൃച്ഛികവുമല്ല, പെട്ടെന്നങ്ങ് തീരുമാനം എടുക്കുന്നതും അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം നടപ്പിലാക്കുമ്പോൾ ആ വിഷയത്തിൽ 4 കാര്യങ്ങൾക്ക് ബന്ധമുണ്ട്. അല്ലാഹുവിൻ്റെ 4 കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടും. 4 വിഷയങ്ങളിൽ അധിഷ്ഠിതമായിരിക്കും അഭൗതികമോ ഭൗതികമോ ആയ ലോകത്ത് എന്തു തന്നെ നടന്നാലും. അല്ലാഹു ആർക്കും അറിയിച്ചു കൊടുത്തിട്ടില്ലാത്ത, ഇന്നലകൾക്കോ നാളെകൾക്കോ ഇന്നുകൾക്കോ പ്രസക്തി ഇല്ലാത്ത അല്ലാഹ്ക്ക് മാത്രം അറിയുന്ന ലോകത്തായാലും വഹയിലൂടെ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുക്കുന്ന ഗൈബി ലോകത്ത് ആലമുൽ ഗൈബിലായാലും, ആലമുൽ ഗൈബ് 2 നാം പറഞ്ഞിട്ടുണ്ട്. അദൃശ്യ ലോകം എന്ന് പറയുന്നത്, അഭൗതിക ലോകം എന്ന് പറയുന്നത് 2 വിഷയമാണ്. ഒന്ന് അള്ളാഹുവിന് മാത്രം അറിയാവുന്നതും അള്ളാന്റെ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ളതും.
നാം കഴിഞ്ഞ ആഴ്ച അതാണ് വിശദീകരിച്ചത്. അള്ളാഹു പ്രവാചകന്മാർക്ക് പോലും അറിയിച്ചു കൊടുത്തിട്ടില്ലാത്ത ലോകങ്ങൾ. നമ്മളതിനെ സംബന്ധിച്ച് കൂടുതൽ ഗവേഷണം ചെയ്യാനോ പഠിക്കാനോ തയ്യാറാകേണ്ടതില്ല. എന്തുകൊണ്ട്? അള്ളാഹു പറഞ്ഞിടത്ത് നിൽക്കുക എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷഹാദ. പ്രവാചകൻ പറഞ്ഞതനുസരിച്ചായിരിക്കുക എന്നതാണ് മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ ഷഹാദ. ഇവിടെ ഷഹാദ എവിടത്തേക്ക് വിട്ടുകിടന്നാലും ഷഹാദ ബാത്തിലാകാതെ സൂക്ഷിക്കണം. അതിനാണ് ഈ അതിർവരമ്പുകൾ, ഹുദൂദുകൾ, അതിർവരമ്പുകൾ അല്ലാഹു തആല നിശ്ചയിച്ചു തന്നിരിക്കുന്നത്. ചിന്തക്ക് അതിർവരമ്പുണ്ട്, നാക്കിന് അതിർവരമ്പുകളുണ്ട്, പ്രവൃത്തികൾക്കും അതിർവരമ്പുകളുണ്ട്. ഹുദൂദുല്ലാഹ്, അള്ളാഹ് നിശ്ചയിച്ച അതിർത്തികൾ. ആ അതിർത്തിക്കപ്പുറത്ത് പോയാൽ അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹന്റെ ഷഹാദ ബാത്തിലാകും. റസൂലുള്ളാഹി തങ്ങളുടെ റിസാലത്തുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ ഷഹാദ ബാത്തിലാകും. ഈ ഷഹാദയെ ആരൊക്കെ നിലനിർത്തിക്കൊണ്ടു പോകുന്നു എന്നറിയാനാണ് ഇത്രയും ബൃഹത്തായ വിഷയം മനുഷ്യർക്ക് മുമ്പിൽ അല്ലാഹു തആല കൊടുക്കുന്നത്. അത് മൊത്തത്തിൽ അല്ലാഹ് പറഞ്ഞു വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ, അഡ്വാൻസ് ആയിട്ട് ഒറ്റ വാക്കിൽ. ഖലഖൽ മൗത, മരണത്തെ അല്ലാഹു തആല സംവിധാനിച്ചത്, വൽ ഹയാത്ത, ജീവിതത്തെയും അല്ലാഹു സംവിധാനിച്ചത്, ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അയ്യുക്കും, നിങ്ങളെ കൂട്ടത്തിൽ ആരാണ് അഹ്സനു അമല, പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ ഇഹ്സാൻ പരിഗണിക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനത് മനഃപൂർവ്വമാണ് അങ്ങനെ തന്നെ അർത്ഥം വെച്ച് തരുന്നത്. മൊത്തത്തിൽ മലയാള പരിഭാഷയും മറ്റൊക്കെ നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ചിലപ്പോൾ നല്ലത് ചെയ്യുന്നത് ആരാണെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയൊക്കെ സാധാരണക്കാർ പഠിച്ചിട്ടുണ്ടാകുക. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളെ കൂട്ടത്തിൽ നല്ല അമല് ചെയ്യുന്നവരാരാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് എന്ന്. അത് ശരിയായ അർത്ഥം അങ്ങനെയല്ല. അമൽ ചെയ്യുമ്പോൾ ഇഹ്സാൻ പരിഗണിക്കുന്നവരാരാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. എന്താണ് ഇഹ്സാൻ? അത് വേറെ പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദീനു അലാ സലാസത്തി മറാത്തിബ, അള്ളാഹു അടിമകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ദീൻ 3 കാറ്റഗറികളിലാണ്. ഒന്നാമത്തത് അൽ ഇസ്ലാം, ഇസ്ലാമാണ്. രണ്ടാമത്തത് അൽ ഈമാൻ, ഈമാനാണ്. മൂന്നാമത്തത് അൽ ഇഹ്സാൻ, ഇഹ്സാനാണ്. ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ. ഇതിന് മൂന്നാമത്തതാണ് നമ്മളിൽ നിന്ന് അല്ലാഹു തആല പ്രതീക്ഷിക്കുന്നത്. ഒരു മുസ്ലിം, ഒരു മിനിമം മുസ്ലിം ആകുക എന്നുള്ളത് അള്ളാഹുവിന്റെ ലക്ഷ്യത്തിൽപ്പെട്ടതല്ല. ഒരു മിനിമം മൂമിനാകുക എന്നുള്ളതും അല്ലാഹു തആല വലിയ കാര്യമായി കാണുന്നില്ല. മുഹ്സിനാകുക എന്നുള്ളതാണ് അല്ലാഹു തആല കാര്യമായി കാണുന്നത്. അതെല്ലാവർക്കും സാധിക്കുന്ന ജോലിയല്ല. വളരെ കുറച്ച് ശതമാനത്തിന് മാത്രമേ അത് സാധിക്കുള്ളൂ. റസൂലുള്ളാഹി തങ്ങൾ മിഅ്റാജിന് പോയപ്പോൾ അഷ്റഫുൽ ഖൽക്കിന്റെ ഉമ്മത്തിനെ മലയോളം കണ്ടു. ചക്രവാളത്തോളം നീണ്ടു പരന്നു കിടക്കുന്ന സമുദായം, കോടിക്കണക്കിന് അനുയായികളുള്ള സമുദായം അഷ്റഫുൽ ഖൽക്കിന്റെ ഉമ്മത്ത്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആ ഉമ്മത്തിനെ കണ്ടപ്പോൾ ഹാദിഹി ഉമ്മത്തുക യാ മുഹമ്മദ്, ഇത് നിങ്ങളുടെ ഉമ്മത്താണ് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. വമിൻഹും, ഈ കോടിക്കണക്കിന് എണ്ണമുള്ള ഈ സമൂഹത്തിൽ പെട്ടതാണ് സബ്ഉ മിഅത്തി അൽഫ് റജുലൻ, 70,000 ആൾക്കാർ, 70,000 ആൾക്കാർ. യദ്ഖുലൂനൽ ജന്ന, ആ 70,000 പേര് സ്വർഗത്തിലേക്ക് പോകും. ബിഗൈരി ഹിസാബിൻ വലാ അദാബ്, ഹിസാബോ അദാബോ ഒന്നും കാണേണ്ടി വരികയില്ല. നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ ഗ്രീൻ ചാനൽ എന്ന് പറയുന്നില്ലേ, ആ രീതിയിൽ നരകം ഒന്ന് കാണിക്കും. ദുനിയാവിൽ വെച്ച് പ്രവാചകന്മാർ പറഞ്ഞത് ഹക്കാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്. കാണിക്കാതെ കൊണ്ടുപോയാൽ അതിൻ്റെ ഗൗരവം തിരിയില്ലല്ലോ. ഐനുൽ യക്കീനാവണം, കണ്ണുകൊണ്ട് കാണണം. അതിനാണ് ഐനുൽ യക്കീൻ. ഇവിടുന്ന് കിട്ടിയത് ഇൽമുൽ യക്കീനാണ്. നാളെ അത് ഐനുൽ യക്കീനാവും. ഇൽമുൽ യക്കീൻ എന്ന് പറഞ്ഞാൽ പഠിച്ച് മനസ്സിലാക്കി ഉറപ്പിക്കുക. ഐനുൽ യക്കീൻ എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കണ്ടിട്ട് ഉറപ്പിക്കുക. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വഴിക്കൊന്ന് സഞ്ചരിപ്പിച്ച് നരകത്തെ കാണിച്ചിട്ട് അങ്ങോട്ട് അയക്കും. അങ്ങനെ അവർ സ്വർഗത്തിലെത്തും. അപ്പൊ സഹാബാക്കൾ ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് അവര്? ആ 70,000 പേര് ആരായിരിക്കും? സഹാബാക്കൾക്ക് അറിയേണ്ടത് അവരെയാണ്. ബാക്കിയുള്ളവർ നരകത്തിൽ പോകുന്ന ആരാന്നല്ല അവർക്ക് അറിയേണ്ടത്. സഹാബാക്കളുടെ ശീലം അതാണ്. നരകത്തിൽ പോകുന്ന ആളെ സംബന്ധിച്ച് കൂടുതൽ അറിയാൻ നിൽക്കാറില്ല സഹാബാക്കൾ. നേരെ തിരിച്ചാണ് ഇപ്പോൾ. നരകത്തിൽ പോകുന്ന ആളെ എണ്ണ നമുക്ക് കിട്ടേണ്ടത്. സ്വർഗത്തിൽ പോകുന്ന ആളെ പറ്റി ചർച്ചയില്ല. അപകടത്തിൽ ചെന്ന് ചാടുന്നവരെ പറ്റിയുള്ള ചർച്ചയാണ് കൂടുതൽ നടക്കുക. ബാത്തിലിന്റെ ചർച്ച, ഷിർക്കിന്റെ ചർച്ച, കുഫറിന്റെ ചർച്ച, ഹറാമിന്റെ ചർച്ച. മറുപുറത്തുള്ള പോസിറ്റീവ് ചർച്ചകൾ വർക്കൽ വളരെ കുറവാണ്. അന്നങ്ങനെയല്ല. സഹാബാക്കൾക്ക് അതിന്റെ പോസിറ്റീവേ അറിയേണ്ടുള്ളൂ, ബാക്കിയൊന്നും അറിയണ്ട. ചോദിച്ചു, അവരാരാണ് നബിയെ? യാ റസൂലല്ലാഹ്,
ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 4 ഗുണങ്ങൾ പറഞ്ഞു കൊടുത്തു അവരുടെ. അതിൽ ഒന്നാമത്തെ ഗുണം ലാ യസ്തർഖൂൻ വഹും ലാ യസ്തർഖൂൻ വഹും ലാ യസ്തർഖൂൻ. അവർ മന്ത്രവാദികളുടെ അടുത്തേക്ക് പോവില്ല. മന്ത്രം ആവശ്യപ്പെട്ടിട്ട് എവിടത്തേക്കും അവർ പോവില്ല. മന്ത്രവാദം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സാഹിര്യങ്ങൾ ചെയ്യുന്ന കൂടോത്തരം, സിഹിർ, പിന്നെ കങ്കട്ട്, മായാജാലം എന്നിത്യാദി കാര്യങ്ങൾക്ക് പോകില്ല എന്നർത്ഥം വെച്ച് പോകരുത്. ശർഅ് അനുവദിച്ച മന്ത്രിക്കാൻ അവരാരോടും പോയിട്ട് ചോദിക്കൂല എന്നാ പറഞ്ഞ വാക്കിന്റെ അർത്ഥം. ശർഅ് അനുവദിച്ച മന്ത്രം, ശർഅ് അനുവദിച്ച മന്ത്രം ശിഫാഇന്റെ സബബാണ്. രോഗം 2 തരമാണ്. രോഗം 2 തരമാണ്. ഒന്ന് കാരണങ്ങൾ അറിയാത്ത രോഗം, 2 കാരണങ്ങൾ അറിയുന്ന രോഗം. സാധാരണ രോഗം വരുന്നത് ബിസ്തിഉമാലി മവാദി സുമ്മിയ, വിഷലിപ്തമായ വസ്തുക്കൾ ഉപയോഗിക്കുക വഴി ശരീരത്തിൻ്റെ തഗയ്യുറു അഹ്വാലിൽ ബദനിയ അല്ലാഹിറ വൽ ബാത്തിന, ശരീരത്തിൻ്റെ ആന്തര്യവും ബാഹ്യവുമായ അവയവങ്ങൾക്ക് വിഷലിപ്തമായ വസ്തുക്കൾ ഉപയോഗിക്കുക വഴി വരുന്ന ഡാമേജിനാണ് രോഗം എന്ന് പറയുന്നത്. താരിഫ് മനസ്സിലായിട്ടില്ല. ഒന്ന് ശരീരത്തിൻ്റെ ബാഹ്യമായ അവയവങ്ങൾ, കാണുന്ന അവയവങ്ങൾ. 2 ഉള്ളിലുള്ള അവയവങ്ങൾ. ഈ 2 അവയവങ്ങൾക്കും ഡാമേജ് വരിക, ഉപയോഗശൂന്യമാകുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ ചെവി കേൾക്കാനുള്ളതാണ്. ചെവിക്ക് അള്ളാഹു അസില് നൽകിയിരിക്കുന്ന ഗുണം കേൾവി എന്നതാണ്. ആ കേൾവി നഷ്ടപ്പെടുമ്പോൾ ഈ അവയവം ഉപയോഗശൂന്യമായി, അതിന് ഡാമേജ് വന്നു. ഈ ഡാമേജ് എങ്ങനെയൊക്കെ വരാം? ബിസ്തിഉമാലി മവാദി സുമ്മിയ, വിഷലിപ്തമായ വസ്തുക്കൾ ഉപയോഗിക്കുക വഴി വരാം. ചെവിയിലേക്ക് കാറ്റടിച്ച് കയറി, അല്ലെങ്കിൽ കഫം നിറഞ്ഞു, ഇതൊക്കെ മനസ്സിലാകുന്ന കാരണങ്ങളാണ്. വിഷലിപ്തമായ വസ്തുക്കൾ ഉപയോഗിക്കുക വഴി ഉണ്ടാകുന്ന ഡാമേജുകൾ ആധുനിക ശാസ്ത്രത്തിന് കണ്ടെത്താൻ കഴിയും, സാങ്കേതിക ജ്ഞാനത്തിലൂടെ കണ്ടെത്താൻ കഴിയും. അതുകൊണ്ടാണ് നാം ഡോക്ടറെ അടുത്തേക്ക് പോകുന്നത്. രോഗം വന്നാൽ ഡോക്ടറെ സമീപിക്കുന്നത് അനുവദിക്കപ്പെട്ട ഒരു വഴി സ്വീകരിക്കുക എന്നുള്ളതാണ്. എന്താണ് അനുവദിക്കപ്പെട്ട വഴി? ആ ഡോക്ടർക്ക് അവരുടെ അറിവിൽ ഈ അവയവത്തിന് ഡാമേജ് വന്നത് എങ്ങനെയാണെന്ന് കണ്ടെത്താനുള്ള ഇൽമുണ്ട്. ഗവേഷണ പരീക്ഷണങ്ങളിലൂടെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ആ അറിവ് ഉപയോഗിച്ച് അതിനെ നിയന്ത്രിക്കാൻ ആവശ്യമായ മരുന്നുകൾ അയാൾ നിർദ്ദേശിക്കും. ആ നിർദ്ദേശത്തെ സ്വീകരിക്കൽ നമുക്ക് നിർബന്ധമാണോ? ഇല്ല, സുന്നത്തേ ഉള്ളൂ. യുസന്നു തദാവി, ചികിത്സിക്കൽ സുന്നത്ത് എന്നാണ് ഫുഖാക്കളുടെ അഭിപ്രായം, ഉലമാക്കളെല്ലാം അഭിപ്രായം. നിർബന്ധമില്ല, ചികിത്സിക്കൽ നിർബന്ധമില്ല. കാരണം ചികിത്സിക്കൽ നിർബന്ധം എന്ന് പറയുമ്പോൾ രോഗത്തിന്റെ ശമനം അതിലൂടെ നിർബന്ധമായിട്ടും വരും എന്ന് വിശ്വസിക്കലായി പോകും. ഇല്ല, ഒരിക്കലുമില്ല. അപ്പൊ ഇത്തരം അവയവങ്ങൾക്കുണ്ടാകുന്ന ഡാമേജുകൾക്ക് രോഗം എന്ന് പറയും. ഉലമാക്കൾ പറയുന്നു ഒരു 10-15% മാത്രമേ അത്തരത്തിലുള്ള രോഗങ്ങളുള്ളൂ. അതിനാണ് ഈ മെഡിക്കൽ കോളേജ് മുതൽ അങ്ങോളം ഇങ്ങോളം ആരോഗ്യശാസ്ത്രം അങ്ങോളം ഇങ്ങോളം മെനക്കിടുന്നത് ഈ 15%. ഈ 15% ഇന്ന് ലോകത്ത് കണ്ടെത്തിയ രോഗങ്ങളെല്ലാം കൂടി. അതങ്ങേയറ്റത്തെ ക്യാൻസറിനപ്പുറം വേറെ എന്താ ഉള്ളത് എനിക്കറിയില്ല. അവയവങ്ങൾക്ക് ഡാമേജ് വരുന്ന ക്യാൻസർ അല്ലാത്ത വേറെ എന്തോ രോഗം ഉണ്ടെന്ന് എനിക്കറിയില്ല. അത് ഇങ്ങേ അറ്റത്ത് ജലദോഷം വരെ. ബാക്കി 80-85% വരുന്ന രോഗം കാരണങ്ങൾ അറിയാതെ ലംസു ശൈത്താൻ, ശൈത്താന്റെ സ്പർശനം കൊണ്ടുണ്ടാകുന്നതാണ്. ശൈത്താന്റെ സ്പർശനം കൊണ്ടുണ്ടാകുന്നതാണ്. അവിടെ എത്തുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുക. കാരണം സയൻസ് പറഞ്ഞാൽ എല്ലാവർക്കും അൽഹംദുലില്ലാ നല്ല ഇൽമ കിട്ടി. അതിനപ്പുറം പറയുമ്പോൾ ആ ഭൂ എന്നൊക്കെ പറഞ്ഞു തുടങ്ങും. ഇല്ല, ഒരു ചിന്തയും വേണ്ട. 2 കാരണങ്ങളാലാണ് അവയവങ്ങൾക്ക് ഡാമേജ് സംഭവിക്കുക. ഒന്ന് ലംസു ഷൈത്താൻ, ഷൈത്താന്റെ ഇടപെടൽ കൊണ്ട്, ഷൈത്താൻ സ്പർശിക്കൽ കൊണ്ട്. രണ്ടാമത്തത് ബിസ്തിഉമാലി മവാദി സുമ്മിയ, വിഷലിപ്തമായ വസ്തുക്കൾ ഉപയോഗിക്കുക വഴി. ഇതിൽ രണ്ടാമത് പറഞ്ഞതാണ് ആധുനിക ആരോഗ്യശാസ്ത്രത്തിന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുക. ഷൈത്താൻ സ്പർശനത്തിലൂടെ ഉണ്ടാകുന്ന ഡാമേജ് കാരണങ്ങൾ കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് ഡോക്ടർക്ക് ചികിത്സിക്കാനും കഴിയില്ല. അയാൾ പറയും നമ്മൾ കുറച്ചിടത്തോളം നോക്കി ഒന്നും മനസ്സിലാകുന്നില്ല, നിങ്ങൾ ഇനി വേറെ എന്തെങ്കിലും വഴി നോക്കിയെന്ന് പറയും ഡോക്ടർ, എത്ര വലിയ വിദഗ്ധനായാലും ശരി.
അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലാക്കിയെടുക്കണം, അള്ളാഹു കാരണങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ലാത്ത രോഗമാണ് നമുക്ക് തന്നിരിക്കുന്നത് എന്ന്. ഈ കാരണം വെളിപ്പെടുത്തിയിട്ടില്ലാത്ത രോഗത്തിനാണ് സിഹർ എന്ന് പറയുന്നത്. എന്നല്ലാതെ മായാജാലം, കങ്കട്ട്, കുക്കുവിദ്യ, പാമ്പിനെ തേളാക്ക, തേളിനെ പാമ്പാക്ക, ചക്കയെ മാങ്ങാക്ക, മാങ്ങയെ ചക്കയാക്ക, ഇതിനെല്ലാം സിഹർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആരെങ്കിലും വായിൽ നിന്നും ഇട്ടുകൊടുക്കുക, അല്ലെങ്കിൽ രണ്ട് ഉണ്ടയാക്കിയിട്ട് പാത്രത്തിൽ ഇട്ട് കൊടുക്കുക, അല്ല, കാരണങ്ങൾ അറിയാത്ത രോഗമാണ് സിഹർ. സെഹർ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ അതല്ലേ. അത്താഴത്തിന് എന്താ പറയാ? സെഹർ എന്നല്ലേ അത്താഴത്തിന് പറയാ. എന്തുകൊണ്ടാണ് അങ്ങനെ പേര് വന്നത്? ആൾ തിരിയാത്ത സമയം വരെ കഴിക്കാൻ പറ്റുന്ന ഭക്ഷണമായതുകൊണ്ടാണ്. ഒരാളങ്ങനെ വരുന്നുണ്ട്, പക്ഷെ ദൂരത്ത് നോക്കിയാൽ മനസ്സിലാകുന്നില്ല. ആ സമയമാണ് അത്താഴത്തിന്റെ സമയം, നോമ്പിന്റെ ഇടയത്താഴത്തിന്റെ സമയം. അതുകൊണ്ടാണ് അതിന് സെഹർ എന്ന് പേര് വന്നത്. ഇവിടെ അങ്ങനെ തന്നെ രോഗമുണ്ട്, വേദനയ്ക്ക് വേദനയുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ കാരണം മനസ്സിലാകുന്നില്ല. അതിനാണ് സിഹർ എന്ന് പറയുന്നത്. സിഹർ എന്ന് കേൾക്കുമ്പോൾ നിനക്ക് ഞെട്ടിപ്പോണ്ട. സിഹർ എന്ന് കേൾക്കുമ്പോൾ ആധുനികന്റെ ഭാരതീയ ഭാഷയിൽ പരിഭാഷപ്പെടുത്തിയപ്പോഴാണ് ഇവിടെ സയൻസ് രസൂലക്കാർക്ക് വലിയ ആയുധമായത്. സിഹർ 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 എന്ന് പറഞ്ഞിട്ട് ഈ ഇന്ത്യൻ ഭാഷകളിലേക്ക് അല്ലെങ്കിൽ മലയാള ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ അതിന് കൂടോത്രം, മന്ത്രവാദം, മാരണം, കോരണം എന്നൊക്കെ പേര് വന്നപ്പോൾ ഇവിടെ നടക്കുന്ന ഇവിടെ മറ്റ് മതക്കാർക്കിടയിലും മറ്റ് വിശ്വാസക്കാർക്കിടയിലും പ്രത്യേകിച്ചിട്ട് ഷിയാക്കൾക്കിടയിലും നടക്കുന്ന ഏർപ്പാടുകളാണ് സിഹർ, അതിനുള്ള ചികിത്സയാണ് ഈ കാണുന്നതൊക്കെ പറഞ്ഞിട്ട് ആകെ വെപ്രാളം ഉണ്ടാക്കി. ഒരു വെപ്രാളവും വേണ്ട. ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെടുക്കൽ ഒരു സഹാബി വന്നു. ആ സഹാബി ചോദിച്ചു റസൂലുള്ളാഹി തങ്ങളോട്, യാ റസൂലല്ലാഹ്, എൻ്റെ കൈക്ക് വേദന വന്നിട്ട് കുറേ നാളുകളായി. റസൂലുള്ളാഹി എന്താ MBBS വേദന? സഹാബാക്കൾ റസൂലിനോട് പോയിട്ട് പറയുന്നു, ഞാൻ കുറേ ചികിത്സ നോക്കി, ഒന്നും സുഖാകുന്നില്ല, കുറേ നാളായി, ഞാൻ മുസ്ലിമായ കാലം മുതലേ തുടങ്ങിയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹി ഇറങ്ങുന്ന പ്രവാചകനാണ്, മുഅ്ജിസത്തുള്ള പ്രവാചകനാണ്. റസൂലുള്ളാഹി തങ്ങൾ ആ സഹാബിയോട് പറഞ്ഞു, നിങ്ങളെ കൈ ആ വേദനിക്കുന്ന സ്ഥലത്ത് വെച്ചു. കുൽ ബിസ്മില്ലാ സലാസ മറ, 3 പ്രാവശ്യം ബിസ്മില്ലാ എന്ന് പറഞ്ഞു. അഊദു ബിഇസ്സത്തില്ലാഹി ബിഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിർ, 7 പ്രാവശ്യം പറ. ദുആണ്. അഊദു, ഞാൻ കാവലിനെ തേടുന്നു, ബിഇസ്സത്തില്ലാ, അള്ളാഹിന്റെ പ്രതാപം മുൻനിർത്തിക്കൊണ്ട് ഞാൻ കാവലിനെ തേടുന്നു. അഊദു ബിഇസ്സത്തില്ലാഹി വ ഖുദ്റതിഹി, അള്ളാഹുവിൻ്റെ ഭയങ്കരമായ വിശാലമായ ഖുദ്റത്ത്, ശക്തി, അത് മുൻനിർത്തിക്കൊണ്ട് ഞാൻ കാവലിനെ തേടുന്നു. വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു, എനിക്ക് സംഭവിച്ചിരിക്കുന്ന ഈ ഷർറിൽ നിന്ന് ഞാൻ കാവലിനെ തേടുന്നു. വ ഉഹാദിർ, എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്ന ഈ വേദനയാകുന്ന പരീക്ഷണത്തിൽ നിന്ന് ഈ അള്ളാഹിനോട് ഞാൻ കാവലിനെ തേടുന്നു. എന്താ ദുആ കുഴപ്പം? അള്ളാഹിനോടാണ് ദുആ, ഖാലിക്കിനോടാണ് ദുആ, മാലിക്കിനോടാണ് ദുആ, ഷാഫിയോടാണ് ദുആ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 7 പ്രാവശ്യം അത് പറയാൻ പറഞ്ഞു. ഇത് റസൂലുള്ളാഹി തങ്ങൾക്ക് മാത്രം ബാധകമായതാണോ? അല്ല എന്ന സഹാബിയുടെ പ്രവർത്തനത്തിൽ നിന്ന് മനസ്സിലാവുന്നു. സഹാബി പറയുന്നു, റാവി പറയുന്നു, ഞാനത് ചെയ്തു, എൻ്റെ വേദന അല്ലാഹു തആല മാറ്റി. എൻ്റെ കുടുംബത്തിലും ഇതേപോലെ വേദന വന്നാൽ ഞാൻ ചെയ്യുമായിരുന്നു, അപ്പോൾ അത് ശിഫയാകുമായിരുന്നു. അപ്പം എന്ത് മനസ്സിലായി? അത് റസൂലുള്ളാഹി തങ്ങൾക്ക് ഖാസല്ല, ഉമ്മത്തിന് അമ്മാണെന്ന് മനസ്സിലായി. ഇവിടെ എന്താ സംഭവിച്ചത്? വേദന രണ്ടും ഒരുപോലെയാണ്. ഇസ്തിമാലു മവാദി സുമിയ, വിഷലിപ്തമായ വസ്തുക്കൾ ഉപയോഗിക്കുക വഴിയുണ്ടാകുന്ന വേദന, ലംസു ശൈത്താൻ കൊണ്ടുള്ള വേദന, രണ്ടും വേദനയാണ്. അനുഭവത്തിൽ നമുക്ക് ആദ്യം നമ്മൾ ആശുപത്രിയിലാണ് പോവുക, ചികിത്സിച്ച് എന്ത് വന്നിട്ടും ഡോക്ടർ പറയുന്നു ഒന്നും മനസ്സിലാകുന്നില്ല, സ്കാൻ ചെയ്തിട്ടും മനസ്സിലാകുന്നില്ല, പിന്നെ എക്സ്റേ എടുത്തിട്ടും മനസ്സിലാകുന്നില്ല, ഒരു പ്രശ്നമില്ല, നിങ്ങൾ വെറുതെ വേദന വെച്ചിട്ട് കാര്യമില്ലാന്ന് ഡോക്ടർ പറയും. ഈ ബിസിനസ് ഡോക്ടർമാർ കൂടി അതിനെ കൂട്ടി എന്തൊക്കെയാക്കും. യഥാർത്ഥത്തിലുള്ള ഒരു നല്ലൊരു ഡോക്ടർ, നല്ലൊരു വിശഗ്വരൻ, അയാൾ കാര്യം പറയും, സാറേ എനിക്കിത് മനസ്സിലാകുന്നില്ല, നിങ്ങൾ വേറെ എന്തെങ്കിലും വഴി നോക്ക്. അത് എത്ര വിദഗ്ധനായാലും പറയും. വിദഗ്ധനായ അങ്ങനെ പറയുള്ളൂ. ഈ ചോട്ട അരവൈദ്യനാളെ കൊല്ലു എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ആ ചോട്ട വൈദ്യന്മാർ ആശുപത്രി ബിസിനസ്സിന് വേണ്ടി നടത്തുന്നവർ അതിങ്ങനെ കൂട്ടി കൊണ്ടുപോവുകയേ ചെയ്യുള്ളൂ. ഇതാണ് കാര്യം. അപ്പോൾ ചികിത്സ എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ ചികിത്സ, രോഗത്തിന്റെ രീതി മനസ്സിലായി. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗം നൽകുന്നതിന്റെ രീതി മനസ്സിലായി. അസ്ബാബുകൾ കാരണം മനസ്സിലാകുന്ന രോഗമുണ്ട്, കാരണം മനസ്സിലാകാത്ത രോഗമുണ്ട്. അങ്ങനെ ഒരു രോഗം വന്നാൽ ആ രോഗത്തിന് ശിഫാക്ക് വേണ്ടി പ്രതീക്ഷിക്കാനുള്ള ജോലിക്കാണ് ചികിത്സ എന്ന് പറയുന്നത്. ശിഫ ആരിൽ നിന്നാണ്? അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്.
അപ്പൊ അള്ളാഹുവിൽ നിന്ന് ശിഫാ ലഭിക്കുന്നതിന് ഉപയോഗിക്കുന്ന അസ്ബാബുകൾക്കാണ് നാം ചികിത്സ എന്ന് പറയുന്നത്. ചികിത്സ രണ്ട് തരമാണ്. ബിസ്തിഅ്മാലി അസ്ബാബി ശർഇയ്യ, ശർഅ് അനുവദിച്ചു തന്ന വസ്തുക്കൾ ഉപയോഗിക്കുക വഴി ശിഫായിനെ കാത്തിരിക്കുന്നത് ശിഫായിൽ നിന്ന് മാത്രമാണ്. വൈദ്യരിൽ നിന്നാണോ, ഡോക്ടറിൽ നിന്നാണോ, ഉസ്താദിൽ നിന്നാണോ, തങ്ങളിൽ നിന്നാണോ? ശിഫാ പ്രതീക്ഷിക്കുന്ന അള്ളാഹുവിൽ നിന്ന് മാത്രം. അല്ല എങ്കിൽ അവന്റെ ഈമാൻ പോവും, ഷഹാദത്ത് ബാത്തിലാവും. ഷാഫി അള്ളാഹുവാണ്, മാലിക്കുൽ അംറാദ് അള്ളാഹുവാണ്, രോഗത്തിന്റെ ഉടമസ്ഥൻ. ഖാലിക്കുൽ അംറാദ് അള്ളാഹുവാണ്, രോഗത്തെ നിർമ്മിച്ചവൻ. മുദബ്ബിറുൽ അംറാദ് അള്ളാഹുവാണ്, രോഗത്തെ നിയന്ത്രിക്കുന്നവൻ. ഇതിലൊരു സംശയവുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ ലാ ശരീക ലഹ്. അതുകൊണ്ട് ശിഫാ അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുക. അപ്പൊ ശർഅ് അനുവദിച്ചതും ശർഅ് അനുവദിച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ശിഫായിനെ കാത്തിരിക്കുക. ഈ വസ്തുക്കൾ രണ്ട് തരമാണ്. ഒന്ന് അസ്ബാബു ശർഇയ്യ, ശർഅ് നേർക്ക് നേരെ അനുവദിച്ചു തന്ന വസ്തുക്കൾ. രണ്ടാമത്തത് ഇസ്തിഅ്മാലു അസ്ബാബിൽ കൗനിയ, ശാസ്ത്രം ഗവേഷണം നടത്തി പരീക്ഷിച്ച് മനസ്സിലാക്കിയിരിക്കുന്ന വസ്തുക്കൾ, ശാസ്ത്രീയമായി കണ്ടുപിടിച്ച വസ്തുക്കൾ. ഇത് രണ്ടും ശിഫാക്ക് വേണ്ടി ഉപയോഗിക്കാം. എന്നിട്ട് അള്ളാഹുവിൽ നിന്ന് ശിഫാ കാത്തിരിക്കുക. ഒരു മുവഹിദ് ചെയ്യേണ്ട ജോലിയാണ് ഈ പറഞ്ഞു വരുന്നത്. ശർഅ് അനുവദിച്ച അസ്ബാബുകൾ ഏതൊക്കെ? ചികിത്സിക്കാൻ വേണ്ടി ശർഅ് അനുവദിച്ചു തന്നിരിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി അനുസരിച്ച് ശർഅ് അനുവദിച്ചു തന്നിരിക്കുന്ന ശരീഅത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന അസ്ബാബുകൾ ഏതൊക്കെ? ഒന്നാമത്തത് അർറുഖ, അതിനാണ് മന്ത്രം എന്നർത്ഥം വെച്ചിരിക്കുന്നത്. ശർഅ് രോഗ ചികിത്സക്ക് വേണ്ടി അനുവദിച്ചു തന്ന അസ്ബാബുകളിൽ ഒന്നാമത്തത് റുഖ. എന്താണ് റുഖ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിനാരാണ് ഈ മന്ത്രം എന്നർത്ഥം വെച്ചത്? നമ്മുടെ നാട് മലയാളത്തിൽ ഭാരതീയ ഭാഷയിൽ കേരളീയ ഭാഷയിൽ അർത്ഥം വെച്ചപ്പോൾ മന്ത്രം എന്നായി, പിന്നെ മന്ത്രവാദമായി. മന്ത്രവാദം പിന്നെ സ്വാമിയും അച്ഛനും മുസ്ലിയാരും തങ്ങളും എല്ലാം ഉപയോഗിക്കുന്ന പേക്രാന്തും പിരാന്തുമായി. ശരിക്കും റുഖ ഐ അദ്ദുആ. എന്താണ് റുഖാന്റെ മായന? വളരെ പതുക്കെ ദുആ ചെയ്യുന്നതിന്, രോഗശമനത്തിനായി പതുക്കെ ദുആ ചെയ്യുന്നതിനാണ് റുഖ എന്ന് പറയുന്നത്. അതാണ് കാലക്രമത്തിൽ റുഖിയ ശർഇയ്യ ആയത്. ഇത് ജൂതൻ തൗറാത്ത് ഉപയോഗിച്ച് ശൈത്താൻ അളക്കാൻ തുടങ്ങി, ക്രിസ്ത്യാനി ഇഞ്ചീൽ ഉപയോഗിച്ച് ശൈത്താൻ അളക്കാൻ തുടങ്ങി, പിന്നെ ഷിയാക്കള് ബുർദി അക്സാം ഓതിയിട്ട് ശൈത്താൻ അളക്കാൻ തുടങ്ങി, പിന്നെ സെലഫികൾ എന്ന് പറയുന്നവർ പഴയ അറബികൾ മുതൽ ഇതെല്ലാം പറയുമ്പോൾ തന്നെ പേടിയാണ്. കാരണം കൂട്ടത്തിലുള്ളവർക്ക് എന്നെ കണ്ട കിണ്ണം കെട്ടവനെ പോലെ തോന്നുന്നുണ്ടോ, ഇറങ്ങിയ ഉണത്തിന് അയാൾ ഞങ്ങളെയാ പറഞ്ഞത്. വല്ലാഹി അങ്ങനെ ആരും ഉദ്ദേശിച്ച് പറയുന്നതല്ല. പരമ്പരാഗതമായി ഇത് പണ്ടേ 10-30 കൊല്ലം മുമ്പേ നമ്മൾ പറയുന്ന വിഷയങ്ങളാണ്. നിങ്ങളൊക്കെ ഉണ്ടായത് ഇന്നലെയല്ലേ? നിങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് 40 കൊല്ലം മുമ്പേ പറയുകയും ചെയ്ത വിഷയങ്ങളാണ് ഇതൊക്കെ. ഇപ്പം KNM-ന്റെ സ്റ്റേജിൽ വെച്ച് പറയുമ്പോൾ അതിന്റെ എതിരാളികൾ പറയാൻ ഞങ്ങളെയാ പറയുന്നത്. എന്തൊരു മുസീബത്താണിത്! ഇത് വലിയ മുസീബത്താണത്. ദീൻ പറയാൻ പറ്റാത്തൊരവസ്ഥ. ദീൻ പറയുമ്പോൾ എന്നെ കണ്ട കിണ്ണം കട്ടോനെ പോലെ തോന്നുന്നുണ്ടോ? നിങ്ങളെ കൂട്ടത്തിലായിരിക്കും തോന്നി ഞാൻ ഉത്തരവാദിയാണ് അതിന്. അതൊരു വലിയ വിഷയമല്ലേ അത്? ഈ രീതിയിലായി റുഖയെ കൊണ്ടുപോയിട്ട് അങ്ങനെ ഒരു രീതിയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചത് ആരാണ്? പഴയ കാലത്ത് ജൂതന്മാര്, പിന്നെ നസാറാക്കള്, ജൂത മൊല്ലമാര് തോറ ഓതിയിട്ടാണ് ശൈത്താൻ അളക്കുക. ക്രിസ്ത്യൻ മൊല്ലമാര് ബൈബിൾ ഓതിയിട്ട് ശൈത്താൻ അളക്കും. ഷീഈ മൊല്ലമാര് ബുർദി അക്സാം ഓതിയിട്ടാണ് ചോദിക്കുക അല്ലേ? ഈ മന്ത്രവാദം ഈ ശൈത്താൻ അളക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ആൾക്കാർ മന്ത്രിക്കാൻ ആളെ ആക്കും. 7 ദിവസം രാവിലെ ബുർദി ഓതിയിട്ട് ഊതണം, വൈകുന്നേരം അക്സാം ബെയ്ത്ത് ഓതിയിട്ട് ഊതണം. ബുർദി അക്സാം അറിയാവോ? അറിയാതിരിക്കലാ നല്ലത്. അപ്പൊ രാവിലെ ബുർദി ഓതുമ്പം മന്ത്രിക്കേണ്ട രീതിയും കൂടിയുണ്ട്. 2 മീമ് വരുന്ന ബെയ്ത്തിലെത്തുമ്പോഴാണ് ഊതേണ്ടത്. ലമമി ലമമി. ഈ ബുർദബെയ്ത്തിന്റെ അവസാനത്തെ അക്ഷരം മീമാണല്ലോ. 2 മീമ് വരുന്നിടത്ത് എത്തുമ്പോൾ ഊതണം. അങ്ങനെ അതിന്റെ രീതി. ഇത് ഷിയാക്കളുടെ മന്ത്രവാദത്തിന്റെ രീതി. അതെല്ലാം കൂടി സുന്നത്തിന്റെ പേര് പറഞ്ഞിട്ട് അവസാനം എന്തായി? ജിന്നിനെ ഇളക്കലായി. ശൈത്താനെ ഇളക്കാൻ വേണ്ടിയിട്ടാണ്. പരമ്പരാഗതമായി ശൈത്താൻ മാത്രമേ മനുഷ്യനെ ഉപദ്രവിക്കുള്ളൂ. ജിന്നൊരു കാരണത്താലും മനുഷ്യനെ ഉപദ്രവിക്കൂല. അതുകൊണ്ട് തന്നെ ജിന്നിനെ പറ്റി ചർച്ചയില്ല ഇസ്ലാമിൽ. ശൈത്താനെ പറ്റി മാത്രമേ ചർച്ചയുള്ളൂ ഇസ്ലാമിൽ. ശൈത്താനെ പറ്റിയാണ് ചർച്ച. തുടക്കം മുതൽ ഇന്ന് വരെ ഹദീസിലും ഖുർആനിലും ശൈത്താനെ പറ്റി മാത്രമാണ് ചർച്ച.
ജിന്നിനെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണം, ജിന്നിനെ നിങ്ങൾ പിന്നെ പേടിച്ചുകൊള്ളണം എന്നൊന്നും പറഞ്ഞു. ശൈത്താനെ നിങ്ങൾ സൂക്ഷിക്കണം, ശൈത്താനെ നിങ്ങൾ പേടിക്കണം. ഇതാണ് ഖുർആന്റെ കൽപ്പന, ഇതാണ് ഖുർആന്റെ കൽപ്പന. അവിടെ എല്ലാം ശൈത്താനാണ് ചർച്ച. ശൈത്താൻ എന്ന് പറഞ്ഞാൽ ആരാ? ജിന്നുവർഗത്തിൽപ്പെട്ട പിശാചുക്കൾ, ജിന്നുവർഗത്തിൽപ്പെട്ട ദുർമാർഗികൾ, ഷയാത്തീനുൽ ജിന്ന്. അതേപോലെ അള്ളാഹു ഉപയോഗിച്ച മറ്റൊരു വാക്കാണ് ഷയാത്തൂനിൽ ഇൻസ്, മനുഷ്യരിലുള്ള ദുർമാർഗികൾ. അപ്പൊ ഈ ദുർമാർഗികളെ കൊണ്ട് മാത്രമേ മുഅ്മിനീങ്ങൾക്ക് ഷർറുണ്ടാവുള്ളൂ, അല്ലാത്തവരെ കൊണ്ട് മുഅ്മിനീങ്ങൾക്ക് ഷർറുണ്ടാവില്ല. അതുകൊണ്ട് ശൈത്താനെ സൂക്ഷിച്ചാൽ മതി. അപ്പൊ ശൈത്താൻ ഉണ്ടാക്കി തീർക്കുന്ന വിഷമങ്ങൾ മാറാനുള്ള ചികിത്സാ രീതിയിൽ ഒന്നാമത്താണ് റുഖ. അതാണ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഈ ദുആ. അവിടെ തന്നെ നിന്നോളം, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദയെ ബാധിക്കും, അല്ലെങ്കിൽ മുഹമ്മദുർ റസൂൽ എൻ്റെ ഷഹാദയെ ബാധിക്കും. അപ്പുറം വിട്ടാൽ ശരീഅത്ത് അനുവദിച്ചു തന്നതാകുമ്പോൾ അതിനെ ലാബിൽ കൊണ്ടുപോയിട്ടോ ബുദ്ധിജീവിതത്തിൽ കൊണ്ടുപോയിട്ടോ പരീക്ഷിക്കാൻ പറ്റുകയില്ല. അവിടെ നിന്നോളം ഉലമാക്കൾ അതിന് ഖിയാസായി ഖുർആനിലെ സൂറത്തു ആയത്തുൽ കുർസി ഓതാൻ വേണ്ടി പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ, ശൈത്താൻ ബുദ്ധിമുട്ടിക്കൂല എന്ന്. കിടക്കാൻ പോകുന്ന സന്ദർഭത്തിൽ വിരിപ്പിൽ കിടക്കാൻ പോകുമ്പോൾ ശൈത്താനെ നീടെങ്ങനെ കിടക്കുന്നതിന് എഴുന്നേറ്റ് പോയാൽ ഞാൻ ആയത്തുൽ കുർസി ഓതാൻ പോകുന്നു പറയാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞ അവനെ പറ്റി എന്താ മനസ്സിലാക്കണ്ടേ? മജ്നൂൻ, പിരാന്തൻ. നമ്മളോട് കൽപ്പിക്കപ്പെട്ടത് മാത്രം ചെയ്താൽ മതി. ശൈത്താൻ ബെഡ്റൂമിൽ ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി കൽപ്പിക്കപ്പെട്ട ഇബാദത്ത് എടുക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ആയത്തുൽ കുർസി ഓതിയിട്ട് കിടന്നാൽ മതി. നീ ഗവേഷണം ചെയ്തിട്ടുണ്ടോ ഇല്ലോ എന്ന് പരിശോധിക്കാൻ നിൽക്കണ്ട. ആമന റസൂൽ ഓതാൻ കൽപ്പിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഈ 2 ആയത്തെ മേറാജിന് പോയപ്പം കിട്ടിയതാ, നിങ്ങൾ ഇത് ഓതിക്കോ, ശൈത്താന്റെ ശർറുണ്ടാവില്ല, ഓതിക്കോ. അതാണ് റുഖ. കുസിക്കറുന്ന സമയത്ത് ശ്രദ്ധിച്ചോളണം. അഊദു ബില്ലാഹി ബിസ്മില്ലാഹ് അഊദു അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി. അതൊരു ദിക്റാണ്. പിന്നെ കക്കൂസിന്റെ വാതിൽക്കൽ പോയിട്ട് കുബുസ് ഖബായിസ് ആരെങ്കിലും ഉണ്ടോ അതിൻ്റെ ഉള്ളില്, ആൺപിശാച്ചോ പെൺപിശാച്ചോ ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോയെ ഞാൻ കക്കൂസിലേക്ക് വരുന്നുണ്ടെന്ന് ഇങ്ങനെ പറയാൻ പറ്റുമോ? അഥവാ ഒരുത്തൻ ഇങ്ങനെ പറഞ്ഞാൽ മജ്നൂൻ, പിരാന്തൻ. അതേസമയത്ത് അതിൻ്റെ ഉള്ളിൽ ആളുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തമേ നമുക്കില്ല. പിന്നെ നമ്മുടെ ഉത്തരവാദിത്തം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദ മുഹമ്മദുർ റസൂലിന്റെ ഷഹാദ, ബിസ്മില്ലാഹ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. നമ്മുടെ ജോലി തീർന്നു. അയാൾ അതിൽ ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി, ആണായാലും ശരി പെണ്ണായാലും ശരി, ശൈത്താന് മരുന്ന് കൊടുത്തു. ഇനി നമ്മളെ നോക്കണ്ടില്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ബിസ്മില്ലാഹിട്ടാണോ നീ കയറിയത്? തുണിയേച്ചിട്ട് കുളിച്ചാലും ശൈത്താനോ ഒന്നും ശൈത്താനോ അതുപോലെയുള്ളവരൊന്നും നിന്റെ ഔറത്ത് കാണൂല എന്ന് പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ. അതിന് വലിയ പരിചയമാണ്. ഭാര്യമാരുമായിട്ട് ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മൾ ബെഡ്റൂമിൽ ലൈറ്റെല്ലാം കടത്തി, ശൈത്താനെ ഞാനും എൻ്റെ ഭാര്യയും കൂടി ജിമായിൽ ഏർപ്പെടാൻ പോവുകയാണ്, ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോയെ എനിക്ക് സാലിഹായ കുഞ്ഞിനെ കിട്ടണമെന്ന് പറയാം. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അവനെ പറ്റി പറയാ. അതേസമയത്ത് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, നീ ഭാര്യയുമായിട്ട് സംഗമിക്കുമ്പോൾ ബിസ്മില്ലാ അല്ലാഹുമ്മ ജന്നിബിന ശൈത്താൻ വജന്നിബി ശൈത്താൻ. അതെല്ലാം ഉപയോഗിക്കുന്നത് ജിന്നിനെയല്ല ശൈത്താനെയാണ്. ജിന്നൊരു ആമാണ്, ശൈത്താൻ അതിൽ നിന്ന് ഖാസാണ്. ശൈത്താൻ മാത്രമേ ചർച്ചയ്ക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ, ജിന്നിനെ ചർച്ചയ്ക്ക് കൊണ്ടുവരാൻ പ്രശ്നമില്ല. അഷ്റഫുൽ ഖൽക്കിന്റെ വഫാത്തോടു കൂടി ജിന്നിന്റെ ചാപ്റ്റർ ക്ലോസ് ആയി, പിന്നെ ശൈത്താന്റെ ചാപ്റ്ററേ ഉള്ളൂ. നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടോ? ഇത് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല പലർക്കും. ജിന്നും ശൈത്താനല്ലോ ഒന്ന് തന്നെ, അതങ്ങനെ ഒന്നാകുക. അങ്ങനെയാണെങ്കിൽ കദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവൻ ശയാത്തീനൽ ഇൻസി വൽ ജിന്ന്. അല്ലാഹു തആല പറഞ്ഞു, ഓരോ പ്രവാചകന്മാർക്കും ഞാൻ കൃത്യമായ ശത്രുക്കളെ ഉണ്ടാക്കിയിട്ടാണ് ഓരോ നബിയെയും ഞാൻ അയച്ചിരിക്കുന്നത്. ശയാത്തീനൽ ഇൻസ് മനുഷ്യ പിശാചുക്കൾ, വൽ ജിന്ന് ജിന്ന് പിശാചുക്കൾ. അവിടെ ജിന്നിനെയും ഇൻസിനെയും ശത്രുക്കളാക്കുന്നല്ല, ജിന്നിലെയും ഇൻസിലെയും ശയാത്തീനുകളെ ശത്രുക്കളാക്കുന്ന. അപ്പൊ ചർച്ച ശയാത്തീൻ മാത്രമായിരിക്കണം. ഒരു കാരണവശാലും മുഹമ്മദ് ഈ ഉമ്മത്ത് ജിന്നിനെ പറ്റി ചർച്ച ചെയ്യുന്ന വിഷയം ഉണ്ടാകാൻ പാടില്ല. ഉലമാക്കൾ ചിലപ്പോൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവും, അഭിപ്രായം നമുക്ക് വിലയുള്ളതല്ല. അള്ളാഹും റസൂലും പറഞ്ഞത്, സഹാബാക്കൾ ജീവിതത്തിൽ കൊണ്ടുവന്നത്, ഇവിടെ ദിക്ർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ റസൂലുള്ളാഹി തങ്ങൾ എന്ത് പറഞ്ഞു? അടുക്കളയിൽ നിന്ന് പാത്രം പുറത്തേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ബിസ്മില്ലാ, പ്രശ്നമില്ല, നിന്റെ ജോലി തീർന്നു. അതിനേതെങ്കിലും ശൈത്താന്റെ പെരടിക്ക് കൊണ്ടിട്ട് ഇടങ്ങാറാക്കും. അതുകൊണ്ട് ശൈത്താനെ ഞാൻ വെള്ളം മറിക്കാൻ പോകാന്നൊന്നും പെണ്ണുങ്ങൾ പറയാൻ ഉത്തരവാദിത്തമില്ല. ബിസ്മില്ല പറഞ്ഞാൽ പ്രശ്നം തീർന്നു. ബിസ്മില്ല പറഞ്ഞിട്ട് വീട്ടിൽ കയറാൻ പറഞ്ഞു അല്ലാഹുവിന്റെ റസൂല്. അതന്നെയാണ് ഏറ്റവും വലിയ യുദ്ധം, അതാണ് ഏറ്റവും വലിയ ആയുധം. ഇതെല്ലാം കൂടി ആകെ കുടുക്കിയാക്കി സൂട്ട് കേസും അതിലൊരു ഗ്ലൗസും പിന്നെ ഒരു ചൂരലും പിന്നെ ഒരു മന്ത്രവാദ പൊടിയും ഇതെല്ലാം ആയിട്ട് സെൽഫികൾ എന്ന് പറയുന്ന ഒരു സൂട്ട് കൊടുത്തിട്ട് ഊരി ചുറ്റുക. അങ്ങനെ ദുഃഖാശ്രയം നടത്താനോ ചോദിച്ചിട്ട്
എന്നിട്ട് ഇരുത്തിയിട്ട് തൗറാത്ത് ഓതിയിട്ട് വേണ്ട ജൂതം ചെയ്യും പോലെ, ഇഞ്ചിയിൽ ഓതിയിട്ട് ക്രിസ്ത്യാനി ചെയ്യും പോലെ, പിന്നെ അക്സാം ബുറുദിയോ അക്സാമും ചൊല്ലിയിട്ട് ഷിയാക്കൾ ചെയ്യും പോലെ ഇവർ മരിക്കും ചെവിയിൽ വെച്ചിട്ട് ഖുർആൻ ഓതിയിട്ട് ഇങ്ങനെ ഭയങ്കരമായ ബഹളമാണ്. ഇവനാകെ പേടിച്ചരണ്ട് കൂക്കാനും വിളിക്കാനും തുടങ്ങിയാൽ ജിന്നളകി, പിന്നെന്താ പരിപാടി, ഇറങ്ങിപ്പോടാന്ന് പറയല്. എന്തെല്ലാം നാടകമാണ് ദുനിയാവിൽ നടക്കുന്നത്. ചികിത്സക്ക് വേണ്ടി ശറഅ് അനുവദിച്ചു തന്നിരിക്കുന്ന റുഖ, അത് ഏത് ചികിത്സക്കും പറ്റും. അസ്ബാബുകളെ ഉപയോഗിച്ച് ഇസ്തിമാലി അസ്ബാബി സുമ്മി വിഷലിപ്തമായ വസ്തുക്കൾ ഉപയോഗിച്ചുള്ള വേദനക്കും പറ്റും. അള്ളാഹു നിശ്ചയിച്ച ചികിത്സാ രീതി ഒന്ന് ശറഇയാണ്, മറ്റത് കൗനിയാണെന്ന് മാത്രം. രണ്ടിന്റെയും ഷാഫി ആരാണ്? അള്ളാഹുവാണ്. രണ്ടാമത്തെ ശറഅ് അനുവദിച്ചത് എന്താണ്? മാഉ സംസം, സംസം വെള്ളം. അതുകൊണ്ട് തന്നെ സംസം വെള്ളം ഒരാൾ വാട്ടർ അതോറിറ്റിന്റെ ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ച് എന്താണ് ഇതിന്റെ ഉള്ളിലുള്ളതെന്ന് അറിയാൻ വേണ്ടി പോയാൽ ഒന്ന് ഷഹാദത്ത് ബാത്തിലായി. നിങ്ങൾക്ക് മനസ്സിലായത്? ശറഅ് അനുവദിച്ച അസ്ബാബുകൾ ഗവേഷണ വിധേയമാക്കുമ്പോൾ ഷഹാദത്തിനെ ഒഴിക്കൊള്ളാം. ഇതെല്ലാം അള്ളാഹു ഇങ്ങനെ വെച്ചിരിക്കുന്നത് എന്തിനാ? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അതുകൊണ്ട് സംസം വെള്ളത്തിൽ എന്താ ഉള്ളതെന്ന് നോക്കട്ടെ. ഏതായാലും ഷിഫ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് വാട്ടർ അതോറിറ്റിന്റെ ലാബിൽ കൊണ്ട് പോയിട്ട് പരിശോധിക്കാൻ വേണ്ടി എഞ്ചിനീയറോട് പറയാ ഇതിനുള്ള കണ്ടൻസ് ഒന്ന് പറഞ്ഞു തരണം. അപ്പൊ തന്നെ നിന്റെ ഈമാൻ ബാത്തിലായി. കാരണം സംസം വെള്ളം എന്നത് ശറഈയായ സബബാണ്, കൗനിയായ സബബല്ല. അതേ അവസരത്തിൽ ഡോക്ടർ തരുന്ന ഒരു അരിഷ്ടം അല്ലെങ്കിൽ ഒരു ടോണിക്ക്, അത് നീ പോയി പരിശോധിച്ചോ, ലാബിൽ കൊണ്ടുപോയിട്ട് ഇത് എന്താ ഉള്ളത് നോക്കിക്കോ, ഒരു കുഴപ്പമില്ല. കാരണം അത് ശറഈയായ സബബല്ല, കൗനിയായ സബബാണ്. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? മൂന്നാമത്തത് തേൻ, അസൽ, തേൻ, അത് ഷിഫായിന് സബബാണ്. അള്ളാഹ് തേനിൽ ഷിഫ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇതിന്റെ കാരണം? ഞാൻ പരിശോധിക്കട്ടെ. സയൻസ് റസൂലുള്ളാഹിക്കാരൻ ഇത് കൊടുത്തിട്ട് നേരെ ലാബിലേക്ക് പോവുക, തേന്റെ കണ്ടൻസ് പരിശോധിക്കാൻ. അപ്പൊ തന്നെ എന്റെ ഷഹാദത്ത് ബാത്തിലായി. നീ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു പറഞ്ഞു എന്ന രീതിയിൽ ഉപയോഗിച്ചോളൂ. നേരെ മറിച്ച് ഒരു വൈദ്യരോ ഡോക്ടറോ തേന്റെ കുപ്പിയെടുത്ത് തന്നിട്ട് ഇത് തേനാണ്, നീ കുടിച്ചോ സുഖേട് മാറും എന്ന് പറഞ്ഞാൽ ഡോക്ടർ തന്ന തേൻ തന്നെയാണോ എന്ന് പരിശോധിക്കാൻ എനിക്ക് ലാബിലേക്ക് പോകാം. അവിടെ പിന്നെ ഹദീസ് നിശ്ചയിച്ചു എന്ന് പറഞ്ഞിട്ട് ബഹളം വെക്കണ്ട. സംസം വെള്ളം ഒരു ആചാര് കുപ്പിയിൽ വെള്ളം എടുത്ത് തന്നു, ഇത് സംസം വെള്ളം എന്ന് പറഞ്ഞിട്ട് ആചാര് വെള്ളം എടുത്ത് തന്നു എന്നതുകൊണ്ട് അതിനെ വിശ്വസിക്കണോ? സംസം വെള്ളമാണെന്ന് വിശ്വസിക്കണോ? ഈ ആചാര് തന്ന വെള്ളം, കുപ്പി വെള്ളം ഈ സംസം വെള്ളം എന്ന് വിശ്വസിക്കണോ? എനിക്ക് നിങ്ങൾ ഈ തന്ന വെള്ളം സംസമാണെന്ന് ഉറപ്പില്ല എന്നൊരുത്തൻ പറഞ്ഞ ഓനെ ശരിയാന്ന് പറയാൻ പറ്റുമോ? അതിനെ പറ്റി ആചാരം എന്ന വെള്ളത്തെ എനിക്ക് വിശ്വസിച്ചില്ല. രണ്ടും എനിക്ക് ബാധകല്ലേ. സംസം കേൾക്കുമ്പോൾ എന്തിനാ വിശ്വസിക്കാൻ എനിക്ക് നിർബന്ധമുണ്ടോ? ആ തരുന്നാളെയും കൂടി പരിശോധിക്കാൻ ഞാൻ ബാധ്യസ്ഥനല്ലേ? അങ്ങനെ പരിശോധിച്ചിട്ടാണല്ലോ ഇപ്പം സംസം വെള്ളത്തിന് ഫാക്ടറി സൊസൈറ്റി ഉണ്ടാക്കിയത് സൗദി ഗവൺമെന്റ്. ആഫ്രിക്കക്കാരായ ജനം കുപ്പിയും വെള്ളം വാങ്ങിക്കൊണ്ടുവന്നിട്ട് നല്ല അടുപ്പിലിട്ടിട്ട് സംസം എന്ന പേരിലൊട്ടിച്ച് വിൽക്കാൻ തുടങ്ങി. തെരുവിൽ നിന്ന് ഉംറയ്ക്ക് പോകുന്നവർക്ക് വയ്ക്കുക, മാസം സംസം സംസം കറുപ്പന്മാരെ വിൽക്കാൻ തുടങ്ങി. അപ്പൊ അതിൽ ഭൂരിപക്ഷ വെള്ളവും സംസം വെള്ളമായിരിക്കില്ല. അവൻ കുപ്പി മറ്റ വെള്ളം വാങ്ങിക്കൊണ്ടുവന്നിട്ട് ആ വെള്ളം കൂടി ആക്കിയിട്ട് ഗവൺമെന്റ് അറിഞ്ഞു. ഗവൺമെന്റ് ഫുള്ളും നിരോധിച്ചു. റോഡ് സൈഡിലൊന്നും ഇനി സംസം വെള്ളം കൊടുക്കാൻ പാടില്ല. എല്ലാം അംഗീകരിക്കപ്പെട്ട സൊസൈറ്റി തന്നെ ആയിരിക്കണം. അതുകൊണ്ട് ജിദ്ദയിൽ അതിനുള്ള സൊസൈറ്റി ഉണ്ട്. ആ സൊസൈറ്റി ആ ഓഫീസിൽ പോയിട്ട് പാസ്പോർട്ട് കൊടുത്തിട്ട് ഓരോ പാക്കറ്റ് വാങ്ങണം. എന്ത് ഈ നിയമങ്ങൾ വന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങിയതുകൊണ്ടല്ലേ? അവർ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പല്ലേ? ഡ്യൂപ്ലിക്കേറ്റിനെയും വിശ്വസിച്ച് കൊടുക്കണം. സംബന്ധം കേട്ടാൽ മതി എന്ന് പറഞ്ഞാൽ എങ്ങനെ അംഗീകരിച്ചു കൊടുക്കുക? അതേപോലെ തന്നെ അല്ലേ തേനും പിന്നെ അജുവാക്കാരക്ക ശറഅ് അനുവദിച്ചു തന്ന ഒരഭിപ്രായ വ്യത്യാസമില്ലാത്ത രോഗശമനത്തിന് ഉപയോഗിക്കാൻ പറ്റിയതല്ലേ അത്? അജുവാക്കാരക്ക ശഫർക്ക് കൃത്യമായി എന്ന് വെച്ചിട്ട് ഈ കറുത്ത നേരത്തിന് വെളുത്ത വരവുള്ള എല്ലാ കാര്യക്കും അജുവാക്കാരൊക്കെ വിശ്വസിക്കാൻ നമുക്ക് നിർബന്ധമുണ്ടോ? സൗദിയിൽ ഇപ്പം പോയാൽ ചില പിന്നെ കേന്ദ്രങ്ങളിൽ ഷോറൂമുകളിൽ ഈ ഹദീസ് എഴുതി വെച്ചിട്ട് കാണാം. അവിടെ വിൽക്കുന്ന കാരൊക്കെ അജുവാക്കാരൊക്കെ വിശ്വസിപ്പിക്കാൻ ഹദീസ് എഴുതി വെച്ചിട്ട് ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവരും കൂടി അങ്ങ് തുടങ്ങിയാൽ മനസ്സിലെങ്കിൽ വിശ്വസിച്ചാൽ മതി. പക്ഷെ അജുവാക്കാരൊക്കെ ശിഫായിലുള്ളതാണ്. പരിശോധിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. അല്ലാണ്ട് റസൂൽ പറഞ്ഞ തോട്ടത്തിൽ നിന്നുള്ളതാണോ ഈ കാരക്ക? റസൂൽ പറഞ്ഞ കാരക്ക തന്നെയാണോ ഇത്? അതോ ഇത് വേറെ എന്തെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് പേരിട്ടിട്ട് കൊണ്ടുവന്നതാണോ? പരിശോധിക്കാൻ നമുക്ക് ബാധ്യതയില്ലേ? അപ്പൊ എല്ലാ ഹദീസും ശരിക്കും നോക്കിയിട്ട് ബഹളം വെച്ചാൽ അത് കഴിഞ്ഞിട്ട് കരിഞ്ചീരകം റസൂലുള്ളാഹി തങ്ങൾ സ്വഹിയായ രീതിയിൽ പറഞ്ഞതല്ലേ? കരിഞ്ചീരകം ശറഈയായ സബബല്ലേ രോഗശമനത്തിന്? അതുകൊണ്ട് ഈ അങ്ങാടിയിൽ വെക്കുന്ന മുഴുവൻ കരിഞ്ചീരവും തൈലവും എല്ലാം അതാണെന്ന് വന്നിട്ട് വിശ്വസിക്കാൻ നമുക്ക് ബാധ്യതയുണ്ടോ? അങ്ങാടിയിൽ വെക്കുന്ന ഒരു കരിഞ്ചീരമാണെന്ന് അയാൾ പറയുന്നു. എനിക്കത് വിശ്വാസമില്ല, ഞാൻ വാങ്ങണ്ട, അതിൻ്റെ അർത്ഥം ഞാൻ ഹദീസിൽ ശരിച്ചു എന്നാ.
ഇതൊക്കെയാണ് ശർഅ് അനുവദിച്ചു തന്ന അസ്ബാബുകൾ. ശർഅ് അനുവദിച്ചു തന്ന അസ്ബാബുകളെ ശർഇന്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ ഇസ്തിമാൽ ചെയ്യണം, അല്ലെങ്കിൽ ഷഹാദത്തിനെ ബാധിക്കും. അള്ളാഹു കൽപ്പിച്ചത്, അള്ളാഹിന്റെ റസൂൽ കൽപ്പിച്ചത്, അത് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്നുകൊണ്ട് തന്നെ ഉപയോഗിച്ചോളണം. കൂട്ടാനും കുറക്കാനും അവകാശമില്ല. മുഹമ്മദുർ റസൂലയിൽ തന്നെ നിന്നോളണം. കൂട്ടാനും കുറക്കാനും അവകാശമില്ല. അതുകൊണ്ട് മന്ത്രവാദം എന്ന് പറഞ്ഞ് ഈ മന്ത്രവാദിയുടെ വകയായി ഖുർആനിൽ നിന്ന് ഒരുപാട് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ മൈക്കും വെച്ചിട്ട് ഓതിയിട്ട് ഇത് റുഖ്യാണെന്ന് പറഞ്ഞാൽ അംഗീകരിച്ചു കൊടുക്കാൻ നമുക്ക് ബാധ്യതയില്ല. നേരെ മറിച്ച് അഷ്റഫുൽ ഖൽക്ക് പഠിപ്പിച്ച ഓരോ ദുആകളും, ആ ദുആകൾ രണ്ട് രോഗത്തിന്റെ ശമനത്തിനും ശിഫയാണ്. ഒന്ന്, കാരണങ്ങൾ അറിയാത്ത ലംസു ശൈത്താൻ കൊണ്ടുണ്ടാകുന്ന രോഗം. 2, കാരണങ്ങൾ അറിയാകുന്ന ഇസ്തിമാലുൽ അസ്ബാബ് കൊണ്ടുണ്ടാകുന്ന രോഗം. ഈ 2 രോഗത്തിനും ശർഈയായ അസ്ബാബുകൾ ഉപയോഗിക്കാവുന്നതാണ്. രണ്ടാമത്തെ സബബ് അൽ അസ്ബാബുൽ കൗനിയ. വിദഗ്ധന്മാരായ സയന്റിസ്റ്റുകൾ, ആരോഗ്യശാസ്ത്രജ്ഞന്മാര് വികസിപ്പിച്ചെടുത്ത മരുന്നുകൾ പോലെ. പനി കൂടി 104, 105 പനിയായി, പാരസെറ്റമോൾ ഡോക്ടർ നിർദ്ദേശിച്ചു. പാരസെറ്റമോൾ ഇത്ര, പാരസെറ്റമോൾ 600 മില്ലി, ഇത് കഴിച്ചാൽ ശരീരത്തിന്റെ ആ ടെമ്പറേച്ചർ നിയന്ത്രിക്കാൻ പറ്റും. അത് ശാസ്ത്രീയമായ കണ്ടെത്തൽ. ഈ പാരസെറ്റമോൾ ഗുളികയും ശർഈയായ സബബല്ല, കൗനിയായ സബബാണ്. ആ കൗനിയായ സബബ് നമുക്ക് ഉപയോഗിക്കാം. ആ ഉപയോഗിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് 2 കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, അള്ളാഹു കൽപ്പിച്ച വസ്തുക്കളിൽ ഹറാമ് ചേർന്നിട്ടില്ല എന്ന് കേൾക്കണം. രണ്ടാമത്തത് മുഹമ്മദുർ റസൂലുള്ളാഹി അനുസരിച്ച് ശരീഅത്ത് നിരോധിക്കാത്തതാവണം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എല്ലാ മദ്യവും തദാവൂ, നിങ്ങൾ ചികിത്സിക്കുക, വലാ തദാവൂ ബിൽ ഹറാം, ഹറാമ് കൊണ്ട് ചികിത്സിക്കരുത്. അപ്പൊ ഒരു കുപ്പി കള്ള് രാവിലെ ഒരു കുപ്പി വൈകുന്നേരവും കുടിച്ചാൽ നിന്റെ കഫത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വൈദ്യർ പറയുന്നു. അനുഭവസ്ഥന്മാര് ശരിയാണെന്നും പറയുന്നു. അതുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? അഷ്റഫുൽ ഖൽക്ക് ചികിത്സയുടെ വിഷയത്തിൽ പറഞ്ഞത് ഹറാമ് കൊണ്ട് ചികിത്സിക്കാൻ പാടില്ല എന്നാണ്. ശ്രദ്ധിക്കണം. ഇവിടെ എല്ലാം ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇഹ്സാന, ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഇവിടെയാണ് സ്വർഗത്തിൽ വിചാരണയില്ലാതെ പോകുന്ന 70,000 പേര് ചെയ്യുന്ന ആദ്യത്തെ ജോലി. അവർ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കും. അനുവദിക്കപ്പെട്ട വസ്വാസില്ലാത്ത വസ്തുക്കൾ ഉപയോഗിക്കും. അവര് ശർഅ് അനുവദിച്ചിരിക്കുന്ന ചികിത്സയിലെ ഒന്നാമത്തെ ദുആ എന്നതിന് അത് വേറൊരാളെ സമീപിക്കാൻ അവർ തയ്യാറാവില്ല. ഇസ്തർക്കു എന്ന് പറഞ്ഞാൽ മന്ത്രത്തെ ആവശ്യപ്പെടുക. എന്നുവെച്ചാൽ മന്ത്രവാദിൻ്റെ അടുത്തേക്ക് പോയിട്ട് എനിക്ക് ഇന്ന രോഗമുണ്ട്, എനിക്ക് മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് എന്നെ ഒന്ന് മന്ത്രിച്ച് തരണം, അല്ലെങ്കിൽ ഒന്ന് ബാത്തിലാക്കി തരണം, ഒന്ന് ഹാദറാക്കി തരണം, ഒക്കെയാണ് ഇന്നത്തെ പ്രയോഗങ്ങൾ. അങ്ങനെ അതവർ ചെയ്യില്ല. ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം എന്താ? മന്ത്രവുമായി ബന്ധപ്പെട്ട അഷ്റഫുൽ ഖൽക്ക് പറഞ്ഞത് ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പോകുന്ന വിഭാഗത്തെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പോകുന്നവർ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം എന്താണ്? ലാ യസ്തർക്കൂ, അവർ മന്ത്രം ആവശ്യപ്പെട്ടിട്ട് പോവുകയില്ല, പൂർണ്ണമായും അല്ലാഹുവിൽ തവക്കുൽ. രണ്ടാമതായിട്ട് അവരെ പറ്റി പറഞ്ഞു വലാ യതതയ്യറൂൻ, അവര് പക്ഷിശാസ്ത്രം നോക്കൂല. യതതയ്യറൂൻ, കണിശം വെക്കുക, എന്താന്നാണ് പറയാ, പ്രശ്നം വെച്ച് നോക്കുക. യതതയ്യറൂൻ, പക്ഷിശാസ്ത്രം. അങ്ങനെയല്ലേ? ഈ ഗണിതന്മാരടുത്ത് പോയിട്ട്, ഈ എന്താണ് പറയാ, ഈ ഇവരുടെ അടുത്ത് പോയിട്ട്, ഗണിശന്മാരടുത്ത് പോയിട്ട് ഞാനൊരു പുരയെടുക്കാൻ പോകുന്നുണ്ട്, അത് ഇന്ന ദിവസം കുറ്റിയിടുന്നത്, അത് നല്ല ദിവസം തന്നെയാണോ സ്വാമി, അല്ലെങ്കിൽ നല്ല ദിവസം തന്നെയാണോ തങ്ങളെ, ഇതിനൊന്നും മോമിനിയങ്ങൾ വെക്കൂല. വലായത്തെ തയ്യറൂൻ. അതേപോലെ തന്നെ പറഞ്ഞു വലാ യക്തവൂൻ, അവര് മുറിക്കൽ ചികിത്സ, കരിക്കൽ ചികിത്സ നടത്തൂല. അറബികളുടെ കാലഘട്ടത്തിൽ അവർക്ക് എന്തെങ്കിലും രോഗം വന്ന്, ക്യാൻസർ വന്ന് ഈ വിരല് പോയാൽ ആ വിരല് തീ വെച്ച് കരിച്ച് അതിനെ കളഞ്ഞിട്ട് ആ കരിഞ്ഞ ഭാഗം പൊള്ളലെ മാറ്റുന്നൊരു രീതിയുണ്ട് അറബികൾക്ക്. അത് പറ്റൂല എന്ന് പറഞ്ഞ റസൂലുള്ളാഹി തങ്ങൾ. എന്നുവെച്ചാൽ വിരലിന് രോഗം ഉണ്ടെങ്കിൽ വിരലിനെ ചികിത്സിക്കാൻ പറ്റുള്ളൂ. ഡോക്ടർ പറയുന്നത് കാലയെ മുറിക്കണമെന്ന് നടക്കൂല. ആ വിരല് മുറിക്കുക, അതിനപ്പുറം പിന്നെ ആലോചിക്കുക. അതുകൊണ്ട് വിരലിനെ ബാധിച്ചത് അങ്ങോട്ട് കയറാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് കാലയെ മുറിക്കണം എന്ന് പറയുന്ന ചികിത്സകളുണ്ട്. അതേപ്പറ്റിയാണ് ഉലമാക്കൾ അതിനെ വിശദീകരിച്ചത് അങ്ങനെയാണ്. വലാ യക്തവൂൻ, കരിച്ചു കളയുന്ന ചികിത്സ നടത്തൂല. നാലാമത്തെ യോഗ്യത ഫഹും അലാ റബ്ബിഹിം യതവക്കലൂൻ, ഇവര് സ്വർഗത്തിലേക്ക് പോകുന്ന കൂട്ടര്. നമ്മളെ കൂട്ടത്തിൽ
അങ്ങനെ ഒരാൾ ചെയ്താൽ നമ്മൾ അവരെ പറ്റി പറയും എന്തോ സംതിങ് റോങ് എന്ന് പറയും നമ്മൾ. അതേവശത്തിൻ്റെ അള്ളാഹുവിൻ്റെ റസൂല് സ്വർഗത്തിലേക്ക് ഹിസാബില്ലാതെ പോകാൻ നിശ്ചയിച്ചിരിക്കുന്ന കൂട്ടത്തിലുള്ളവരാണ് ഇവര്. അവർ ഈ പറയപ്പെട്ട അസ്ബാബുകളിലേക്ക് തിരിയുകയില്ല. അവർ ഈ രീതിയിൽ അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിച്ചിരിക്കും. അള്ളാഹുവിൽ നിന്ന് കിട്ടാത്തൊരവസ്ഥ വന്നാൽ അതോടെ മരിക്കും. നാളെ ആഖിറത്തിൽ ചെന്നിട്ട് അള്ളാഹുവിനോട് വാശി പിടിക്കും. അള്ളാഹ്, നീ പറഞ്ഞത് കേട്ടിട്ട് ഞാൻ ഇങ്ങനെ വന്നത്, നീ സുഖാക്കിയില്ല, എനിക്ക് പ്രശ്നമില്ല, നിന്നെ കണ്ടുമുട്ടും, എനിക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് എനിക്കറിയാം, അതിന് പകരം എനിക്ക് നീ ആ ക്ഷമിച്ചതിന് നിനക്ക് ഞാൻ തന്നിരിക്കുന്നു. ഒരു 100 കൊല്ലം ഇബാദത്ത് ചെയ്യുന്നവർക്ക് കിട്ടുന്നതിനേക്കാൾ വലുതായിരിക്കും ഈ രോഗത്തിന് മേൽ ക്ഷമിച്ച് നാളെ അള്ളാഹിനെ കണ്ടുമുട്ടുന്നവർക്ക് കിട്ടുന്നുണ്ടാവുക. ഇതാണ് ദീൻ എന്നാ പറഞ്ഞു വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ലിയബ്ലുക്കും അയ്യുക്കും അഹ്സനു അമല, ഇഹ്സാൻ പരിശോധിക്കലാണ് അള്ളാഹുവിന്റെ ഉദ്ദേശം. ഇസ്ലാമും ഈമാനും പരിശോധിക്കാൻ അള്ളാഹു തയ്യാറാവില്ല, ഇഹ്സാനാണ് പരിശോധിക്കുക. അപ്പൊ എന്താണ് ഇഹ്സാൻ? അൻ തഅബുദല്ലാഹ കഅന്നക തറാ ഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. എൻ്റെ റബ്ബിന്റെ ഇടയിൽ വേറെ ഒന്നിനെ ഞാൻ പരിഗണിക്കുകയില്ല. ആ ഒരു ദർജയിൽ എത്തുന്നുണ്ടോ എന്ന് നോക്കാനാണ് ദുനിയാവിന്റെ സകല ഏർപ്പാടും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതെന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇഹ്സാൻ, അതാണ് അള്ളാഹുവിനെ അറിയേണ്ടതും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ 4 രീതികൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞിടത്താണ് നാം ഇത് വിശദീകരിക്കേണ്ടി വന്നത്. 4 രീതി അള്ളാഹു തആല, അത് അർശിന്റെ കാര്യമായാലും ഈച്ചയുടെ കാര്യമായാലും അള്ളാഹു തആല അക്കാര്യത്തിൽ 4 കാര്യം പരിഗണിക്കും. ഒന്ന് ഇൽമുള്ള, അള്ളാഹുവിന്റെ ആ വിഷയത്തിലുള്ള ഇൽമ്. രണ്ടാമത്തത് കിതാബത്തുള്ള, ആ വിഷയത്തിൽ അള്ളാഹിന്റെ ഇൽമ അള്ളാഹു ഒരു രേഖയിൽ രേഖപ്പെടുത്തി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ പ്ലാൻ. മൂന്നാമത്തത് മശീഅത്തുള്ള, സമയം വരുമ്പോൾ അള്ളാഹു അക്കാര്യത്തിൽ ഇടപെടല്. നാലാമത്തത് ഖൽഖുള്ള, അള്ളാഹു ഇടപെട്ടുകൊണ്ട് മാത്രം കാര്യം നടക്കുകയില്ല, ഇടപെടുകയും ആ കാര്യത്തെ അള്ളാഹു നിർമ്മിക്കുകയും ചെയ്യുക. അപ്പൊ ഇൽമുള്ള, കിതാബത്തുള്ള, മശീഅത്തുള്ള, ഖൽഖുള്ള നമുക്ക് ഇനിയും വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു അറിവിൽ ഒരുപാട് ബർക്കത്ത് ചെയ്ത് തരട്ടെ. അറിവനുസരിച്ച് അമൽ ചെയ്യാനുള്ള വലിയ 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 തൗഫീഖ് അള്ളാഹു നമുക്ക് ഓശാരമായി നസീബാക്കി തരട്ടെ. أقول قولي هذا والله أعلم وأستغفر الله العظيم لي ولكم وأستعفيه عني وعنكم وعن جميع المسلمين والمؤمنين أجمعين واستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين محمد وآله وصحبه أجمعين. عباد الله اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധ റമളാൻ പടിവാതിൽക്കൽ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നാം പറഞ്ഞു, പരിശുദ്ധ റമളാനിന്റെ കാത്തിരിപ്പ് ഒരു മുഅ്മിനെ സംബന്ധിച്ചോളം ഒരു സന്തോഷത്തിന്റെ രീതിയാണ്. പരിശുദ്ധ റമളാനാകുമ്പോഴേക്ക് ശരീരത്തെയും റൂഹിനെയും ഒതുക്കാൻ ശഅബാൻ മാസത്തിൽ നോമ്പ് നോക്കാൻ നാം തയ്യാറായി. ഇനി ഏതാനും ദിവസങ്ങൾ, ഒരാഴ്ചയാണ് ഇനി ബാക്കിയുള്ളത്. നമ്മുടെ ശരീരത്തെ നാം ശുദ്ധിയാക്കി എടുക്കണം, നമ്മുടെ റൂഹിനെയും ശുദ്ധിയാക്കി എടുക്കണം. എന്നിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാകാൻ പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു അമലി ബിനി ആദം, ആദം സന്തതികളുടെ മുഴുവൻ അമലുകളും അത് 70 മുതൽ 700 ഇരട്ടി വരെ വർദ്ധിപ്പിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ ഒരു ചാർട്ടുണ്ട്, ഒരു ചാർട്ട്. ഒന്നിന് ഇത്ര എന്ന് കണക്കൂട്ടുന്നൊരു ചാർട്ടുണ്ട്. ഈ ചാർട്ടിൽ 1 എന്ന ചാർട്ട് അമലിനില്ല. 1 എന്ന ചാർട്ട് അല്ലാതെ ചാർട്ടിൽ 1 എന്നുള്ള അമലില്ല. പ്രവർത്തിച്ച് അമൽ ചെയ്യുന്നതിന് 1 തുടങ്ങുന്നത് തന്നെ 10 കൊണ്ടാണ്. ചാർട്ട് എന്നല്ല ഇതിനെ പറയാ. ആ ചാർട്ടിൽ തുടങ്ങുന്ന തന്നെ 10ന്റെ കോളം, പിന്നെ 70ന്റെ കോളം, പിന്നെ 100ന്റെ കോളം, പിന്നെ 700ന്റെ കോളം. 1ന്റെ കോളം ഇല്ല. മൻ ഹമ്മ ബി ഹസനത്തിൻ, ഒരു നല്ലത് ചെയ്യാൻ ഒരാൾ തീരുമാനം എടുത്തു. ഹമ്മ എന്നാണ് തീരുമാനം എടുക്കുക. ഞാൻ നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ അല്ലെങ്കിൽ അടുത്ത കൊല്ലം അല്ലെങ്കിൽ അടുത്ത മാസം ഉംറക്ക് പോകണം, ഹജ്ജിന് പോകണം, അല്ലെങ്കിൽ നോമ്പാവട്ടെ, നിന്നാക്കൊക്കെ എന്തെങ്കിലും കൊടുക്കണം, തീരുമാനം എടുത്തു. പക്ഷെ വലം യഅമൽ ബിഹി, തീരുമാനം നടപ്പിലാക്കാൻ അയാളെ കൊണ്ട് കഴിഞ്ഞില്ല. ഫലഹു അജ്റുൻ, അയാൾക്ക് ചെയ്ത പോലത്തെ ഒരു കൂലി കിട്ടി, ഒരു പ്രതിഫലം. അത് ചാർട്ടറില്ല, ചെയ്താക്കുള്ള ചാർട്ടയിലുള്ളൂ. ചെയ്യാത്തവർക്ക് 1 നിയത്ത് മതി, ഒന്ന് പാസ്സായി എന്താ ദർബാറ്. വഅമില ബിമൻ ഹമ്മ ബിഹസന, ഒരു നല്ലത് ചെയ്യാൻ തീരുമാനിച്ചു,
വഅമില ബിഹി, സമയത്തിയപ്പോൾ അത് ചെയ്തു, ഫലഹു അശ്റുൻ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു എന്ത് ചെയ്താലും 1/10 അള്ളാഹുവിന്റെ ദർബാറിൽ. എന്ത് ചെയ്താലും അത് 70ലേക്ക് എത്തും, അത് 700ലേക്ക് എത്തും. അതാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ഒരു ഉദാഹരണത്തിന് മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ് കമസലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ. നല്ല വാക്ക്, മനോഹരമായ വാക്ക്. അള്ളാഹുവിന്റെ മാർഗത്തിൽ പൈസ ചെലവാക്കുന്നവർ കമസലി ഹബ്ബ, ഒരു വിത്ത് നടും പോലെയാണത്. ഒരു ഉറുപ്പ്യ ഒരാൾക്ക് ചാവടിക്കാൻ കൊടുത്തു, അത് സഹായിച്ചു. ഒരു 100 ഉറുപ്പ്യ ഒരാൾക്ക് ഭക്ഷണം കഴിക്കാൻ കൊടുത്തു. വേറെ അറിയണമെന്നില്ല, ഉടമസ്ഥൻ അറിഞ്ഞാൽ മതി. അതൊരു വിത്ത് പോലെയാണ്. കമസലി ഹബ്ബ, ഒരു വിത്ത് നടും പോലെയാണ്. അമ്പത്തത്ത്, ആ വിത്ത് മുളച്ചു. അമ്പത്തത്ത് സബ്അ സനാബില, അത് മുളച്ച് ആ നെല്ലിന്റെ വിത്ത് കൊണ്ട് ഒരു നെല്ല്, ആ നെല്ല് വളർന്നു. എന്നിട്ട് അതിൽ 7 കതിരുകൾ ഉണ്ടായി. അമ്പത്തത്ത് സബ്അ സനാബില, 7 കതിരുകൾ. കതിര് എന്നല്ല പറയാ, നെല്ലിന്റെ കതിര്. ഫി കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ, ഓരോ കതിരിലും 100 മണികൾ ഉണ്ടായി. അപ്പോൾ ഒരു വിത്ത്, അത് വളർന്നു, അത് കൊലച്ചു. 7 കൊല, ഒരു കൊലയിൽ 100 വിത്ത്, അങ്ങനത്തെ 7 വിത്ത്, 7 കൊലകൾ. കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ, ഓരോ കൊലയിലും 100 മണികൾ. അപ്പൊ എത്രയായി? 700. അപ്പൊ ആ ചാർട്ട് അങ്ങനെയാണ്, 700ന്റെ ചാർട്ട്. ഇല്ല സൗം, നോമ്പൊഴികെ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല പറഞ്ഞതാണ് നോമ്പൊഴികെ, ഖുദ്സിയ ഹദീസ്, നോമ്പൊഴികെ. എന്നിട്ട് പറഞ്ഞു അസ്സൗമു ലീ, നോമ്പ് ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള സ്വകാര്യ ഏർപ്പാടാണ്, അത് എനിക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ മറ്റുള്ളതെല്ലാവരും കാണുന്നുണ്ടല്ലോ. നോമ്പ് ആര് കാണാൻ? ഞാൻ രാവിലെ പുറക്കിറങ്ങുന്ന നോമ്പുകാരനാണോ അല്ലോ നിങ്ങൾക്ക് ആർക്കൊക്കെ ഗവേഷണം ചെയ്യാൻ മറ്റേ പോലീസ് അറിയിക്കുന്ന ഒരു ഊതാൻ വേണ്ടി മെഷീൻ കൊണ്ട് നടക്കേണ്ടി വരും. നോമ്പുണ്ട്. അസ്സൗമു ലീ, എനിക്കുള്ളതാണ് നോമ്പ്. വല്ലാത്തൊരു വാക്കാണ് എൻ്റെ അപ്പുറം. വഅന അജ്സി ബി, അതിൻ്റെ പ്രതിഫലം ഞാൻ കൊടുത്തോളാം. മലക്കുകളും കൂടി ചിലപ്പോൾ അറിയില്ല, പ്രതിഫലം എന്താ കിട്ടുക, അത്ര ഭയങ്കര. വല ഖലൂഫു ഫമിസ്സായിമി, നോമ്പുകാരൻ്റെ വായനാറ്റം. നോമ്പുകാരൻ്റെ വായ നാടൂലേ, അത് നാറൂന്ന് പറയാൻ എത്ര മടിയെന്താ? ഭക്ഷണം ഒഴിവാക്കുമ്പോൾ സ്വാഭാവികമല്ലേ മണക്കുന്നത്. അതിന് ആ മണക്കൂന്ന് പറഞ്ഞൂടെ എന്നുള്ള നാട്ടം. വല ഖലൂഫു ഫമിസ്സായിമി, നോമ്പുകാരൻ്റെ വായക്കുണ്ടാകുന്ന ആ ദുർഗന്ധം. അത്തിയബു ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പരിമളമാണ്. മിൻ റീഹിൽ മിസ്ക്, കസ്തൂരിയുടെ മണത്തേക്കാൾ. ബയ്യന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂൽ. അവിടെയാണ് ഇഹ്സാന്റെ പരിശോധന. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. സയൻസ് നോക്കിയിട്ട് അമൽ ചെയ്യുന്നുണ്ടോ, മുഹമ്മദ് റസൂലിനെ നോക്കിയിട്ട് അമൽ ചെയ്യുന്നുണ്ടോ? അതാണ് അള്ളാഹ്ക്ക് അറിയേണ്ടത്. കൂടുതൽ അറിയണം, കൂടുതൽ മനസ്സിലാക്കണം. പരിശുദ്ധ റമദാനെ സന്തോഷത്തോടെ സ്വീകരിക്കാം. ഷഅബാൻ ഒരു വെള്ളിയാഴ്ചയും കൂടി ബാക്കിയുണ്ട്. പിന്നെ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ എപ്പോഴാണോ തീരുമാനം വരുന്നതനുസരിച്ച് നമ്മൾ മാനസികമായി റൂഹിയായും കൽബിയായും ഒരുങ്ങുക. എപ്പം വിളിച്ചാലും ഞാൻ റെഡിയാണ് അല്ലാഹുവേ. ഇങ്ങനെ യോദ്ധാവിൻ്റെ മാതിരി ഇങ്ങനെ പട്ടയിലും കെട്ടിയിട്ട് ഇങ്ങനെ വിളിക്കുക. എപ്പോഴാണോ വിളി വരുന്നത് അപ്പം പുറപ്പാണ്. അതേമാതിരി അല്ലാഹ് فمن شهد منكم الشهر فليصم شهر رمضان الذي أنزل فيه القرآن فمن شهد منكم الشهر فليصم. എപ്പോഴാണോ കാണുന്നത്, വേണ്ടപ്പെട്ടവർ പ്രഖ്യാപിക്കുന്നത്, നമ്മൾ അതിനായിട്ട് ബുധക്കണ്ണാടെടുത്തിട്ട് കടപ്പുറത്തോ എനിക്കൊന്നും ചെയ്യണ്ട. വേണ്ടപ്പെട്ടവർ ചെയ്യുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് അമൽ ചെയ്ത് കൊടുത്താൽ മതി. ആവശ്യമില്ലാത്ത ജോലിക്ക് എന്നിട്ട് വേർപ്പൊന്നും കളയണ്ട, ഒന്നും കിട്ടാൻ പോകുന്നില്ല. വേണ്ടപ്പെട്ടവർ അധികാരപ്പെട്ട ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്തപ്പെട്ടവർ ആ ഉത്തരവാദിത്വം നിർവഹിക്കണം. ആ ഉത്തരവാദിത്വം ഓരോരുത്തരും ഉത്തരവാദിത്തമുള്ളവരാണ്. ഓരോരുത്തരുടെയും ഉത്തരവാദിത്തത്തെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടും നാളെ ആഖിറത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിൽ റാഹത്തോടെ, സന്തോഷത്തോടെ, ആരോഗ്യത്തോടെ, നല്ല തുറന്ന മനസ്സോടെ, ഇൻഷിറാഹോടെ, നല്ല ആഫിയത്തോടെ, ഒരു ജലദോഷം കൊണ്ടുപോലും അള്ളാഹു പരീക്ഷിക്കാതെ ആ പരിശുദ്ധ മാസത്തെ സ്വീകരിക്കാനുള്ള സകല സൗഭാഗ്യങ്ങളും നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ ബന്ധുമിത്രാദികൾക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉമ്മത്തിന് മുഴുവനും തന്നനുഗ്രഹിക്കട്ടെ. നമ്മുടെ രോഗികൾ, ആ രോഗികൾക്ക് അള്ളാഹു അവൻ്റെ ഖുദ്റത്ത് കൊണ്ട് ശിഫയാക്കി കൊടുക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർ
അള്ളാഹു ബർസഖിൻ്റെ ലോകത്ത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടവരെ കൂട്ടത്തിൽ ഔദാര്യം കൊണ്ട് ഉൾപ്പെടുത്തി കൊടുക്കുകയും ചെയ്യട്ടെ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അലം. അലാ വഇന്ന അല്ലാഹ സുബ്ഹാനഹു വതആല അമറനാ ബിസ്സലാത്തി അലാ നബിയിഹി അംറ ഫഖാല മുഖ്ബിറൻ വആമിറ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحابه وأتباعه ومن تبعهم بإحسان إلى يوم الدين. اللهم ارض عن اشرف خلفائه الراشدين المهديين ابي بكر وعمر وعثمان وعلي رضي الله عنهم وعن سائر الصحابه والقرابه كلهم اجمعين وارض عنا معهم برحمتك يا ارحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنك مجيب الدعوات وقاضي الحاجات. طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم اصلحنا واصلح أئمتنا وأمتنا وولاة أمورنا واجعل أمورنا بأيدي خيارنا حتى يقودنا إلى الخير من هو خير منا. اللهم انصر جيوش المسلمين وفك أسر المأسورين وقض الدين عن المدينين. اللهم اكتب الستر والسلامة علينا وعلى والدينا وأولادنا وأزواجنا وعلى جميع الحجاج والعمار والزوار والغزاة والمسافرين والمجاهدين في سبيلك صادرين والدين في برك وبحرك وجوك أجمعين يا رب العالمين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين.